ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഇന്നൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന കോവിഡ് ടൈമിലാണ്. ആ ടൈം ഒരു പരീക്ഷണങ്ങളുടെ കാലം കൂടി ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വിജയിച്ചൊരു റെസിപ്പിയാണിത്. ഇതിലാദ്യം കുറച്ച് നെയ്യ് ഒഴിക്കണം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പട്ട, അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സവാള കൊത്തി അരിഞ്ഞതും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാൻ ഒന്ന് കലയിലിട്ട് ഇടിച്ചതാണ്, നമുക്ക് മിക്സിയിലിട്ട് എടുക്കാം. അതിനുശേഷം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടി ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഒരു കളറ് കിട്ടാനും പിന്നെ ഇതിന് അത്ര വലിയ എരിയില്ല, അതും കൂടെ കൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഞാൻ ഇപ്പോൾ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം പിന്നെ നമ്മൾ അതിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് ഇവിടെ പുതിനയില ഇല്ല എന്ന്. അപ്പോഴേ പോയി ടെറസിൽ പോയി പറിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ നടുന്നതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. അതിനുശേഷം നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു. അപ്പം ആ പേസ്റ്റിൽ പിന്നെ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിത് ആ കറിയിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ മലയാളീസിൻ്റെ ഒരു ഇതാണല്ലോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴാണ് ഓർത്തത് ഉപ്പിട്ടില്ല. അതിന് ഉപ്പും ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നേരത്തെ എടുത്തുകൊണ്ട് വന്ന ഇലകളെല്ലാം, മല്ലിയില, പുതിനയില, എല്ലാ ഇലയും കൂടെ ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചോറാണ്, ബിരിയാണി അരിയോ സാദാ ചോറായാലും മതി, ഏതാണോ അത്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ടൊമാറ്റോ റൈസ് റെഡിയായി. പിന്നെ ഇതിന് വേണ്ടി കുറച്ച് നെയ്യിൽ കുറച്ച് കാഷ്യൂം, മുന്തിരി എല്ലാം കൂടെയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ഇട്ടു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്